കൂത്താട്ടുകുളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ട കൂത്താട്ടുകുളം നഗരസഭ ഏകദിന ശില്പശാല കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വലിച്ചെറിയുന്ന മാലിന്യത്തിന്റെ തോത് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ വലുതാണ്. എന്നാൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളോടും ഒപ്പം നിന്ന് കൂത്താട്ടുകുളം നഗരസഭ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തോടും അതുപോലെ നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ റോഡും അതിന്റെ പരിസരങ്ങളും എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. നമ്മൾ നടത്തിക്കൊണ്ടിട്ടുള്ള മാലിന്യമുക്ത കൂത്താട്ടുകുളം എന്ന ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ എണ്ണി പറയാൻ ധാരാളമുണ്ട്. നിങ്ങൾക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ട്, നമ്മുടെ മലപ്പുറം ബൈപ്പാസ് തിരിയുന്ന ഒരു മാലിന്യ ഡംപിംഗ് കേന്ദ്രമായി, സബ് രജിസ്റ്റർ ഓഫീസിന് മുൻവശം മാലിന്യം തള്ളുന്ന കേന്ദ്രമായിരുന്നു. അതുപോലെ പോലീസ് ക്വാർട്ടേഴ്സിന്റെ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് കോൺഗ്രസ് ഓഫീസിന് മുൻവശം മാലിന്യം തള്ളുന്ന കേന്ദ്രമായിരുന്നു. അശ്വതി ജംഗ്ഷനിൽ ഒരു മാലിന്യം തള്ളുന്ന കേന്ദ്രമായിരുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒരു മാലിന്യം തള്ളുന്ന കേന്ദ്രമായിരുന്നു. ഈ മാലിന്യങ്ങളാകെ നമ്മൾ അവിടെ നിന്ന് നീക്കി ഈ പ്രദേശങ്ങളിലെല്ലാം മനോഹരമാക്കി മാറ്റി എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ ഡയറക്റ്റ് നഗരസഭയുടെ വാഹനം ചെന്ന് എല്ലാ ദിവസവും വാങ്ങി അത് പ്രത്യേക കേന്ദ്രത്തിൽ ഡംപിംഗ് യാർഡിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് കൂത്താട്ടുകുളം നഗരസഭയെ സമ്പൂർണമായിട്ട് മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റുന്നതിന് പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷിബി ബേബി, ജിജി ഷാനവാസ്, പ്രിൻസ് പോൾ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. കില റിസോഴ്സ് പേഴ്സൺ MK രാജു ശില്പശാല സംബന്ധിച്ച വിശദീകരണം നടത്തി. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയുകയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. പരിപാടിയുടെ സംസ്ഥാന ജില്ലാ നഗരസഭാതല നേട്ടങ്ങൾ സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി S. ഷീബയും നഗരസഭയുടെ നിലവിലുള്ള സ്ഥിതി 2024-2025 കർമ്മ പദ്ധതി എന്നിവ സംബന്ധിച്ച് ക്ലീൻ സിറ്റി മാനേജർ MR സാനുവും വിഷയാവതരണം നടത്തി. തുടർന്ന് അംഗങ്ങൾ 8 വിഷയാധിഷ്ഠിത ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സമഗ്രമായി ചർച്ച ചെയ്യുകയും നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അംഗങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ മറുപടി പറയുകയും അംഗങ്ങൾ നിർദ്ദേശിച്ച പ്രോജക്റ്റുകൾ നഗരസഭാ കൗൺസിലിന്റെ ചർച്ചയ്ക്ക് വിധേയമായി തീരുമാനമെടുക്കുമെന്നും കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ അറിയിച്ചു. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റുകുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.